വെളിപ്പെടുത്താത്ത ജീവനക്കാർക്ക് ഇനി ശമ്പളമില്ലെന്ന മുന്നറിയിപ്പുമായി യു.പി. സർക്കാർ. അഴിമതിയും അക്രമവും പാടെ തുടച്ചു നീക്കുന്ന നിലപാടാണ് എന്നും യോഗി സർക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യോഗി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം സംസ്ഥാനത്ത് അക്രമങ്ങളും അഴിമതികളും കുറഞ്ഞതായാണ് റിപ്പോർട്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് തങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ സെപ്റ്റംബർ 30-നകം സർക്കാർ പോർട്ടലായ മാനവ് സമ്പത്തിൽ വെളിപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം ഈ മാസത്തെ ശമ്പളം നൽകില്ലെന്നും സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. ഭരണനിർവഹണത്തിൽ സുതാര്യത കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സുപ്രധാന നീക്കം. 8.44 ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ഉത്തർപ്രദേശിലുള്ളത്. ഇതിൽ 90% ജീവനക്കാർ തങ്ങളുടെ ആസ്തിയുടെ ഉറവിടം പോർട്ടലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ സമയപരിധി ഓഗസ്റ്റ് 31-ന് അവസാനിച്ചിരുന്നു. എന്നാൽ ജീവനക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സെപ്റ്റംബർ 30 വരെ സമയപരിധി നീട്ടി നൽകിയിരുന്നു. സെപ്റ്റംബർ 30-നകം സ്വത്ത് വിവരങ്ങൾ നൽകുന്നവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസത്തെ ശമ്പളം നൽകൂവെന്ന് ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് വ്യക്തമാക്കി. അതേസമയം മറ്റൊരു തീരുമാനവും യോഗി സർക്കാർ എടുത്തിരുന്നു. പെൺകുട്ടികളെ മാനം കെടുത്താൻ ആര് ശ്രമിച്ചാലും കൈയും കാലും ഇല്ലാതാകുമെന്നാണ് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നത്. ഓരോ പൗരന്റെയും സുരക്ഷ നമ്മുടെ കടമയാണ്. അത് ഏത് പരിധിവരെ പോയാലും ഉറപ്പാക്കാനും തലയുയർത്തുന്ന മാഫിയകളെ നിലംപരിശാക്കുമെന്നും പറഞ്ഞിരുന്നു. ബുൾഡോസർ ഓടിക്കാനും ധൈര്യം വേണം. മാഫിയകൾക്കും കലാപകാരികൾക്കും ക്രിമിനലുകൾക്കും മുന്നിൽ മൂക്കുകുത്തുന്നവർക്ക് ബുൾഡോസർ ഓടിക്കാനുള്ള ധൈര്യമുണ്ടോ എന്നും ചോദിച്ചിരുന്നു. ബുൾഡോസർ കണ്ടാൽ ഉടൻ അവർക്ക് ഹൃദയാഘാതം വരും. യുവാക്കളുടെ ഭാവിയുമായി കളിക്കുന്നവർ ആരായാലും അവരെ ജയിലിൽ അടയ്ക്കുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം താക്കീത് നൽകിയിരുന്നു. അക്രമത്തിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന വ്യക്തിയാണ് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പാണ്. ഇതാണ് യോഗിയുടെ നയം. ഒരു കാലത്ത് കുറ്റകൃത്യങ്ങളാൽ മാത്രം വാർത്തകളിൽ ഇടം നേടിയിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് വാർത്തകളിൽ തലക്കെട്ടാകുന്നത് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെയും പിന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ക്രിമിനൽ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയുമാണ്. ദീക്ഷ സ്വീകരിച്ച് സന്യാസിയായ ഒരാൾ അധികാരത്തിലെത്തിയപ്പോൾ ഗുണ്ടകളും ക്രിമിനലുകളും ഉടുതുണിയില്ലാതെ ഓടുന്നതാണ് ഉത്തർപ്രദേശിൽ കാണാനാവുന്നത്. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കിരാതന്മാർക്ക് ഒരുപക്ഷെ നിയമവ്യവസ്ഥ പറയുന്നതിലും അധികം ശിക്ഷ യോഗി ഉറപ്പാക്കുന്നുണ്ട്. അയാളുടെ ബുൾഡോസറുകൾ തകർത്തു കളയുന്നത് ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും അധോലോക രാജാക്കന്മാർ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ മാത്രമല്ല, മറിച്ച് തങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ നിരാശയെ കൂടിയാണ്. സന്യാസിയായ രാഷ്ട്രീയക്കാരനായ യോഗി ആദിത്യനാഥ് 2017-ൽ ഉത്തർപ്രദേശിന്റെ 21ാം മുഖ്യമന്ത്രിയായാണ് സ്ഥാനമേറ്റെടുക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ പേര് വരെ ഉയർന്നു കേട്ടിടത്താണ് ഗോരഖ്പൂരിൽ നിന്നുള്ള MP ആയിരുന്ന യോഗി ആദിത്യനാഥ് സംസ്ഥാന മുഖ്യമന്ത്രിയായി എത്തുന്നത്. അന്ന് യോഗി എന്നതിനൊപ്പം തന്നെ മഹാരാജ് എന്നൊരു വിളിപ്പേരുമുണ്ടായിരുന്നു. ഗോരഖ്നാഥ് മണ്ഡലത്തിലെ പുരോഹിതന് ഇന്ന് ബുൾഡോസർ ബാബ എന്നുകൂടി പേരുണ്ട്. ഈ ബുൾഡോസർ ബാബയെ പേടിച്ചാണ് യു.പിയിലെ പല മാഫിയകളും ഒതുങ്ങിയിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.